മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്താൻ ഒരുങ്ങി സമരസമിതി. കേന്ദ്ര സർക്കാരിലും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരിലും വിശ്വാസമുണ്ട്. ഒരേ മുന്നണിയിലുള്ള പിണറായി വിജയനും സ്റ്റാലിനും വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയും. കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലമെന്ന മുദ്രാവാക്യത്തിലൂന്നി മുല്ലപ്പെരിയാർ കൂടുതൽ ചർച്ചാ വിഷയമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. മുല്ലപ്പെരിയാർ സമരസമിതി കൺവീനർ സമരം ഫാദർ ജോയി നിരപ്പേലും ചെയർമാൻ ഷാജി പി ജോസും ജനം ടിവിയോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതി ഒരു യോഗം ചേർന്നത്. അതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ തീരുമാനങ്ങൾ സമിതി എടുത്തിട്ടുണ്ട്. നിലവിൽ സമിതിയുടെ കൺവീനറായിട്ടുള്ള അച്ഛനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നിലവിൽ ഏത് തരത്തിലുള്ള ഒരു തീരുമാനങ്ങളാണ് നിലവിൽ ഈ ഒരു സമരസമിതി എടുത്തിട്ടുള്ളത്? ഇന്ന് ഞങ്ങള് മുല്ലപ്പെരിയാർ സമരസമിതി കേന്ദ്ര കമ്മിറ്റി കൂടി ഞങ്ങള് ഏതാനും തീരുമാനങ്ങളുടെ സമരം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഒന്നാമത്, തിരുവോണ നാളിൽ ഒരു കൂട്ട ഉപവാസം ഉപ്പുതറയിൽ നടത്തുക. 2, 1895 ഒക്ടോബർ 10-ാം തീയതിയാണ് ഈ ഡാം കമ്മീഷൻ ചെയ്തത്. അതിന്റെ അന്ന് ഒക്ടോബർ 10-ാം തീയതി കേരളത്തിലെ 129 കേന്ദ്രങ്ങൾ, 121 വർഷമായി മിഷൻ 129 എന്ന പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ കേരളം സംഘടിക്കുവാൻ തീരുമാനിച്ചു. ജനകീയ കൂട്ടായ്മ മിഷൻ 129. അപ്പൊ ജനമനസാക്ഷി ഉണർത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ മൂന്നാമത്, കേരള മുഖ്യമന്ത്രി, ഗവർണർ, ജലവകുപ്പ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് മെമ്മോറാണ്ടം കൊടുത്ത് നേരിട്ട് പോയി കണ്ട് അവരെ ഈ നിജസ്ഥിതി അവസ്ഥ ബോധ്യപ്പെടും. അവർക്ക് അവസ്ഥയെല്ലാം അറിയാം, എങ്കിൽ പോലും നമ്മൾ നേരിട്ട് ഇതിന്റെ ഈ അനുഭവിക്കുന്ന ജനങ്ങൾ പ്രതിനിധിയിൽ നേരിട്ട് പോയി മെമ്മോറാണ്ടം കൊടുക്കുക. അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരുണ്ട് നമ്മുടെ 2 പേര്, അവരെ കണ്ട് മെമ്മോറാണ്ടം കൊടുത്ത് സാധിക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ സാധിക്കും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ. പ്രത്യേകിച്ച് കാരണം ഇപ്പോൾ നമുക്കറിയാം സ്റ്റാലിൻ DMK അവിടെ ഭരിക്കുന്നത്, പ്രതിപക്ഷം നേതാവ്, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഏറ്റവും വലിയ സുഹൃത്ത് ഇന്ത്യ മുന്നണിയാണ്. അപ്പോൾ അവരെയൊക്കെ സ്വാധീനിച്ച് തീർച്ചയായിട്ടും സ്റ്റാലിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് കോടതിക്ക് വെളിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും കാര്യം ഗുണം, ഇപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്. കാരണം 2022 അവരൊരു ഡാം സേഫ്റ്റി നിയമം പാസ്സാക്കി. അതനുസരിച്ച് ഡാമുകളുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവരുടെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് കേന്ദ്രമന്ത്രിമാർ 2 പേരുണ്ട്. നമുക്ക് നല്ല ഒരു അവസരമായത്, ഏറ്റവും പറ്റിയ ഒരു അവസരമാണ്. അതുവഴി പ്രധാനമന്ത്രിയെ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് സുപ്രീം കോടതി പല പ്രാവശ്യം പറഞ്ഞു, കോടതിക്ക് വെളിയില് നിങ്ങളുടെ തീരുമാനം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് നടത്തുകയാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് 2 സംസ്ഥാനങ്ങളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തില് കേന്ദ്രമാണ് അതിന് മാധ്യസ്ഥം വഹിക്കേണ്ടത്. പുതിയ നിയമവും ഉണ്ടാക്കിയിട്ടുണ്ട് അവര്. അങ്ങനെ തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും, ഒരു ശക്തിയായിട്ട് നിൽക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ തീരദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴും തന്നെ ഉള്ളത്. നിലവിൽ ഉന്നതാധികാര സമിതിയുടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ആ പരിശോധനയിൽ തൃപ്തരാണോ? മറ്റേതൊക്കെ തരത്തിലുള്ള ഒരു പരിശോധനകൾ നടത്തണമെന്നുള്ളതാണ് സമിതിയുടെ ഒരു ആവശ്യം. മേൽനോട്ട സമിതിയുടെ ഭാഗമായി കേരളത്തിന് കിട്ടിയ പ്രതികളിൽ ഏറ്റവും മിടുക്കനായ ഒരു പ്രതി എന്ന് പറഞ്ഞാൽ BJ കുര്യൻ സാറായിരുന്നു. അദ്ദേഹം സിയാലിന്റെ ചെയർമാനായി ഇപ്പോൾ റിട്ടയർ ആയെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കുന്ന സമയത്ത് സമരസമിതിക്കാരെ കൃത്യമായി വരുന്ന സമയം വിളിച്ചറിയിക്കുകയും ഞങ്ങൾ അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന്റെ കൂടെ ഡാമിൽ പോകാനൊക്കെ ഒത്തിരി അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒന്നും വന്നവരൊന്നും കേരളത്തിന് പേപ്പറായി നിൽക്കുന്നവരാണെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി പ്രതീക്ഷിക്കുന്നില്ല. പ്രഹസനത്തിന്റെ പേരിൽ സമിതിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പേര് വരുന്നു എന്നതിനപ്പുറം കൃത്യമായ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും ഈ ഇവിടുത്തെ സാധാരണക്കാർക്കോ മുല്ലപ്പെരിയാർ സമരസമിതിക്കോ അറിയില്ലല്ലോ. ഒരുമീല സ്നേഹത്തില് തോളോട് ചേർന്ന് കൈകോർത്ത് പോയോണ്ടല്ലോ. നമ്മൾ ഒരിക്കലും അവർക്കെതിരല്ല, എന്നാല് നമ്മുടെ ജീവന് സ്വത്തിന് സംരക്ഷണം കിട്ടണം. ആ സത്യം അവര് മനസ്സിലാക്കണം. അവരെ വൈകോയെ പോലെയുള്ള നേതാക്കൾ അവരെ പറ്റിക്കുക, പുതിയ ഡാം ഉണ്ടാകുന്ന അവർക്ക് ജലം കൊടുക്കാൻ വേണ്ടി അല്ല എന്നൊക്കെ പറഞ്ഞ് ആ പാവപ്പെട്ട ജനത്തെ വഞ്ചിക്കുക ശരിക്കും പറഞ്ഞ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം തമിഴ്നാട് ജലം നമുക്ക് സുരക്ഷ എവിടെയും നമ്മൾ ഉറപ്പ് കൊടുക്കും. പാർലമെന്റിലോ
അല്ലെങ്കിൽ സുപ്രീം കോടതി നമുക്ക് ഉറപ്പ് കൊടുക്കാൻ എല്ലാവരും തയ്യാറാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകും. കാരണം നമുക്കറിയാം ഈ പെരിയാർ തീരത്ത് ജനങ്ങൾ എത്ര വർഷമായി, അതുപോലെ ഈ കേരളത്തിലെ 40 ലക്ഷം ജനങ്ങൾ ഇങ്ങനെ ഭീതിയിൽ കഴിയുക. നമുക്കറിയാം ഈ ഭീതി കൂടാതെ ഭയം കൂടാതെ ജീവിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ഫണ്ടമെന്റൽ റൈറ്റാ. ശരിയല്ലേ? അത് വർഷങ്ങളായിട്ട് അത് ലംഘിക്കപ്പെടുന്നു. നമ്മുടെ മാനുഷികമായ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടായേ മതിയാകും. എത്ര കാലം മനുഷ്യൻ ഇങ്ങനെ ഭീതിയില് ഭയപ്പാടില് കാലവർഷം കനക്കുമ്പോൾ അല്ലെങ്കിൽ തുലാവർഷം കനക്കുമ്പോൾ പെരിയാർ നിവാസികൾ ഭീതിയില്, ശരിയാണോ? സൈറൻ ഉടനെ മാറ്റിപ്പാർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഡാം നമ്മോട് പറയാ തുറന്നു വിടുന്നു. എന്തുമാത്രം വർഷങ്ങളായിട്ട് ഉറക്കമില്ലാതെ കഴിയുക. ഇതിനൊരു പരിഹാരം, ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. അതിനു വേണ്ടിയാ മുല്ലപ്പെരിയാർ സമരസമിതി നിലകൊള്ളുന്നല്ലാതെ തെറ്റായ പ്രചരണം നടത്താൻ വേണ്ടിയല്ല. തമിഴ്നാട് ഒരിക്കലും നമ്മൾ എതിരല്ല. അത്തരത്തിൽ ഒരു സമ്മർദ്ദ ശക്തിയായി നിലനിന്നുകൊണ്ട് ഒരു പുതിയ ഡാം എന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇത്തരത്തിൽ ഈ സമരസമിതി മുമ്പോട്ട് വയ്ക്കുന്നത്. ചപ്പാത്തിൽ നിന്നും സുബിൻ തോമസ്, ജനം.